പാർട്ടി നൽകിയിട്ടുള്ള സംഭാവന എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത്. ഇപ്പോൾ പത്മകുമാറിന് എന്തെങ്കിലും വിഷമതകൾ ഉണ്ടെങ്കിൽ അത് പുറത്ത് പ്രകടിപ്പിക്കേണ്ടതല്ല. കാരണം പാർട്ടി അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ ഒരാളെ നശിപ്പിക്കുന്നതിന് ബോധപൂർവം ശ്രമിക്കുമെന്ന് ഞാൻ എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് ബിജെപി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പാർട്ടിയോട് കരുതുന്നുണ്ട്. അതാണ്. അപ്പോൾ ആ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളുക, ഇവിടെ നിന്ന് നടത്തുന്ന പ്രതികരണങ്ങൾ പാർട്ടിക്ക് ഗുണമല്ല എന്നുള്ളത്. അതായത് നമ്മൾ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്നു, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും ഉദ്ദേശിച്ചൊരു പദവി ഇല്ലെങ്കിലും ജനസേവനത്തിനൊരു തടസ്സമില്ലല്ലോ. ആ ജനസേവനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ പ്രവർത്തനത്തിനിടയിൽ നമ്മുടെ വർഗ ശത്രുക്കൾക്ക് കടന്നു കയറാനുള്ള അവസരം ഉണ്ടാക്കരുത്. ഇപ്പോൾ ഇതിൻ്റെ അനുഭവം, ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ വേറൊരു അപകടം ഞാൻ പറയാം. ഞങ്ങളിതെല്ലാം ചർച്ച ചെയ്യുന്ന സമയത്തും വളരെ ഗൗരവമായി കണ്ടതാണ് പാർട്ടി രഹസ്യങ്ങളും അതുപോലെ തന്നെ പാർട്ടി സ്വകാര്യമായി വെക്കേണ്ട കാര്യങ്ങളും ലീക്ക് ചെയ്യുന്നത്. അത് പാർട്ടി അഡ്രസ്സ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വർഷമാണ്. ഇപ്പോൾ മലപ്പുറം സമ്മേളനത്തിലായിരുന്നല്ലോ അത് ഏറ്റവും രൂക്ഷമായത്. ഞാൻ കൺവീനറായിട്ടുള്ള കമ്മിറ്റിയാണ് അത് കണ്ടുപിടിച്ചത്. ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് കണ്ടുപിടിക്കുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ലേ? അല്ല, ഇത്തവണയും ന്യൂസ് പുറത്തു പോയല്ലോ, ഗൗരവമാണല്ലോ. ഇത് പാർട്ടി ഇപ്പോൾ വിഭാഗീയത പരിപൂർണമായും ഈ പാർട്ടിയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. അതിൻ്റെ കൂടപ്പിറപ്പാണ് വാർത്ത ചോർത്തി കൊടുക്കൽ. അത് ആ അളവിൽ വിജയിച്ചിട്ടില്ല. അത് വിജയിക്കണമെങ്കിൽ ഇവരുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്താണെന്നറിയോ? ആദ്യം ഉണ്ടാകേണ്ടത് എന്താണെന്നറിയോ? ഒരു കമ്മ്യൂണിസ്റ്റ് ബോധമാണ്. കമ്മ്യൂണിസ്റ്റ് ബോധം ഞാൻ പറയാൻ ഉദ്ദേശിച്ചായിരുന്നു, എനിക്ക് പറയാൻ വിട്ടുപോയതാ. ഞാൻ ഈ പ്രതിനിധികളുടെ മുഖമൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഓരോ രക്തസാക്ഷിൻ്റെ മുഖമാണ് ഞാൻ കാണുന്നത്. വവേലിൻ്റെ അമ്മ, മാർസിൻ ഗോർക്കിൻ്റെ അമ്മ വായിച്ചിട്ടില്ല നിങ്ങൾ? ആ അമ്മ ഈ സഖാക്കളെ നിരവധി ആൾക്കാർ രക്തസാക്ഷികളായി. അപ്പോൾ അമ്മ പറയുന്നത്, നിങ്ങളുടെ മുഖം കാണുമ്പോൾ രക്തസാക്ഷികളുടെ ആത്മാക്കളെയാണ് ഞാൻ കാണുന്നത് എന്നാണ്. അപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് ഓർക്കണം, എന്തെങ്കിലും നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ പാർട്ടി ചെയ്യുന്നു അല്ലെങ്കിൽ തീരുമാനിക്കുന്നു തോന്നുമ്പോ ഈ രക്തസാക്ഷികളുടെ മുഖം കണ്ട ഒരു പ്രശ്നം ഉണ്ടാവില്ല. വാർത്ത ഉണ്ടാവുമോ അതിന്റെ ചോർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൗരവമായി പാർട്ടി കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിന്റെ തുടർ നടപടികൾ എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് പാർട്ടി തീരുമാനിക്കട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. പക്ഷെ ഈ ഒരു അപകടം ഗുരുതരാണ്. അത് എല്ലാ ആൾക്കാരൊന്നും ഇല്ലല്ലോ. ഒരു ചെറിയ